Hi friends, today we can discuss about the second chapter of social science, the River Valley Civilization. Then this chapter explains the Harappan civilization, Egyptian civilization, Mesopotamian civilization, and Chinese civilization. Then listen the introduction of this chapter. It was the year 1856. The British decided to lay a railway line from Multan to Lahore. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിവർ വാലി സിവിലൈസേഷനെ കുറിച്ചാണ്. റിവർ വാലി സിവിലൈസേഷൻ എന്നുള്ള ഈ പാഠഭാഗത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ദെൻ ചൈനീസ് സിവിലൈസേഷൻ, ഈ 4 പ്രധാനപ്പെട്ട സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ നല്ല രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ കേട്ടു. ഇതിൽ ചെറിയൊരു കഥ പറഞ്ഞിട്ടാണ്, ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ടാണ് ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത്. 1856 മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ബ്രിട്ടീഷുകാർ ഒരു റെയിൽവേ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ബ്രണ്ടൻ സഹോദരന്മാരെ ഈ റെയിൽവേയുടെ ജോലി ഏൽപ്പിക്കുകയും അവർ ഈ ജോലിയുമായി മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ചില ബ്രിക്സ്, ബേൺഡ് ബ്രിക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അഥവാ തീച്ചൂളയിൽ ചുട്ടെടുത്ത ചില ഇഷ്ടികൾ, വളരെ ഉറപ്പുള്ള ഷാർപ്പായിട്ടുള്ള ചില ഇഷ്ടികൾ, വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള ഇഷ്ടികൾ കണ്ടപ്പോൾ അവർ എഞ്ചിനീയർമാരെ വിവരമറിയിക്കുകയും ആർക്കിയോളജിസ്റ്റുകൾ വന്ന് അതിനെക്കുറിച്ച് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ, ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭ്യമായത്. പിന്നീട് സർ ജോൺ മാർഷൽ, ദി ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ടുള്ള സർ ജോൺ മാർഷൽ 1921 ഒരു എക്സ്കവേഷൻ നടത്തുകയും അതിൽ അദ്ദേഹം കണ്ടെത്തി ഈ ബ്രിക്സ്, ഈ ഒരു ഇഷ്ടികകൾ ഒരു വലിയൊരു സംസ്കാരത്തിൻ്റെ എവിഡൻസാണ്, അതിൻ്റെ തെളിവുകളാണ് എന്ന് കണ്ടെത്തി. ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാപനം നിലനിൽക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ ജോലി, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സ്കവേഷൻ നടത്തി നമ്മളുടെ സംസ്കാരങ്ങളെക്കുറിച്ച്, ഇവിടെ മുമ്പുണ്ടായിരുന്ന സംസ്കാരങ്ങളെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ട അറിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഈ പിക്ചറിൽ കാണുന്ന വ്യക്തിയാണ് സർ ജോൺ മാർഷൽ. താഴെ ദയാറാം സാഹ്നി, ആർ.ഡി. ബാനർജി, ഇവരെക്കുറിച്ച് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ദി എക്സ്കവേഷൻ റിവീൽഡ് that a civilization had existed in the valleys of river Indus and its tributaries. Hence, this civilization came to be known as the Indus Valley Civilization. Why we called the Harappan civilization as ഇൻഡസ് വാലി സിവിലൈസേഷൻ? എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ഇതിനെ വിളിക്കുന്നത്?
അതിനുള്ള പ്രധാന കാരണം ഇൻഡസ് എന്ന് പറയുന്നത് അഥവാ സിന്ധു നദിയുടെ തീരത്തും സിന്ധു നദിയിൽ നിന്ന് ഒഴുകുന്ന വിവിധ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ കൈവഴികൾ, അതിൻ്റെ ബ്രാഞ്ചസ്, ഈ നദികളുടെ തീരങ്ങളിലായിട്ടാണ് ഈ സംസ്കാരം ഉയർന്നു വന്നത്. എക്സ്കവേഷനിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിന്ധു നദീ തീരത്താണ് ഈ സംസ്കാരം ഉയർന്നു വന്നത് എന്നാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ദി ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ഹാരപ്പ ഇൻ ദി പ്രസൻറ്റ് പാകിസ്ഥാൻ. It was led by Dayaram Sahni. Since the first evidence for Indus Valley civilization was obtained from Harappa, then this civilization is known as Harappan civilization. എന്തുകൊണ്ടാണ് ഇതിന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള പേര് വന്നത്? ആദ്യമായി ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള എവിഡൻസ്, എക്സ്കവേഷൻ നടന്നത്, ആദ്യ ഉത്ഖനനം നടന്നത് പാകിസ്ഥാനിലെ ഹാരപ്പയിലായിരുന്നു. ദയാറാം സാഹിനി എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റിൻ്റെ ലീഡർഷിപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിവിലൈസേഷന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള പേര് വന്നു. രണ്ടാമത് ഒരു ആർക്കിയോളജിസ്റ്റ് R.D. ബാനർജി, ഇദ്ദേഹമാണ് മോഹൻജദാരോയിലെ എക്സ്കവേഷനെ ലീഡ് ചെയ്തത്. ഇദ്ദേഹമായിരുന്നു. മോഹൻജദാരോയും ഇന്ന് പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇനി താഴെ കംപ്ലീറ്റ് ദി ചാർട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എക്സ്കവേഷൻ ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡയഗ്രാണ്. ഫസ്റ്റ് ദി ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഹു ഈസ് ദി ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ? സർ ജോൺ മാർഷൽ. ഇൻഡസ് വാലി civilization R.D. ബാനർജി conducted excavation in Mohenjo-daro. Then Dayaram Sahni conducted excavation in Harappa. Now we can discuss about the Harappan civilization and which place the civilization located. The Harappan civilization stretched across the region ranging from the western part of Pakistan to Alamgirpur in Uttar Pradesh, and from Kashmir in the north to Narmada Valley in south. ഇവിടെ പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ നിലനിന്നിരുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും സൗത്തിൽ കാശ്മീർ മുതൽ നർമ്മദ വാലി വരെയായിരുന്നു. വലിയൊരു പ്രദേശം, വളരെ വിസ്തൃതമായൊരു പ്രദേശം തന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷന് കീഴിലായിരുന്നു. ഏകദേശം ഈ സിവിലൈസേഷൻ നിലനിന്നിരുന്ന പീരീഡ് ഓഫ് ദി സിവിലൈസേഷൻ ഈസ് ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി BC 2700 ആൻഡ് BC 1700. BC 2700-നും 1700-നും ഇടയിലാണ് ഈ സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു മാപ്പ് കാണാൻ പറ്റും. ഈ മാപ്പിൽ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ താഴെ കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ദി പ്രസൻറ്റ് കൺട്രീസ് ഇൻ വിച്ച് ദേ ആർ സിറ്റുവേറ്റഡ്. ഈ മാപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് ഏത് രാജ്യത്താണ് എന്നാണ് കണ്ടെത്താനുള്ളത്. അങ്ങനെ കണ്ടെത്തി നിങ്ങൾ താഴെയുള്ള ടാബിള് പൂർത്തീകരിക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ പൂർത്തീകരിക്കുക. നെക്സ്റ്റ് ക്ലാസ് ദി ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ് അഥവാ ഹാരപ്പൻ സിറ്റികളുടെ ഫീച്ചേഴ്സാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. Do you want more video? Please subscribe our channel Blackboard eClassroom.